24 റൗണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ശരണം സന്നിധാനം. മകരസംക്രമ സന്ധ്യയിൽ ഭക്തജന ലക്ഷങ്ങളുടെ മനം നിറച്ച് പൊന്നമ്പലമേട്ടിൽ ദർശന സുഹൃതമായി മകരവിളക്ക്. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടത്തിയ ശുഭമുഹൂർത്തത്തിലായിരുന്നു മകരവിളക്ക് ദർശനം. വ്യൂ പോയിന്റുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശരണം വിളികളാൽ മുഖരിതമായ സായം സന്ധ്യ. തിരുവാഭരണം ചാർത്തിയ അയ്യനെയും പൊന്നമ്പലമേട്ടിലെ മകരവിളക്കും കാണാൻ തീർത്ഥാടകർ തൊഴുകൈകളോടെ കണ്ണിമ ചിമ്മാതെ കാത്തുനിന്നത് മണിക്കൂറുകൾ. 6:30 തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന. 6:43 പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക്. പ്രാർത്ഥനാ നിർഭരമായ കൂപ്പുകൈകളുമായി നിന്ന ഭക്തർക്ക് 6:44 2 തവണ കൂടി മകരവിളക്ക് ദർശന പുണ്യം. പന്തളത്തു നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ശരംകുത്തിയിൽ ദേവസ്വം പ്രതിനിധികളും കൊടിമരച്ചുവട്ടിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, തമിഴ്നാട് ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പ് മന്ത്രി PK ശേഖർ ബാബു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ ചേർന്നും സ്വീകരണം നൽകി. മേഘാവൃതമായ അന്തരീക്ഷത്തിൽ ചാറ്റൽ മഴയുടെ അകമ്പടിയോടെയായിരുന്നു ഇത്തവണത്തെ മകരവിളക്ക് ദർശനം. എങ്കിലും സന്തോഷത്തോടെ തീർത്ഥാടകർ മലയിറങ്ങുകയാണ്. അടുത്ത വർഷം വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ. ഈ മാസം 17 വരെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടു ദർശിക്കാനുള്ള അവസരം തീർത്ഥാടകർക്കുണ്ടാകും. ടീം 24 സന്നിധാനം. പീച്ചി ഡാം റിസർവോയറിൽ വീണുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 3ാമത്തെ കുട്ടിയും മരിച്ചു. പട്ടിക്കാട് മെട്രോ നഗറിൽ മുരിങ്ങാത്തുംപറമ്പിൽ ബിനോജ്, ജൂലി ദമ്പതികളുടെ മകൾ എറിനാണ് മരിച്ചത്. ചികിത്സയിലുള്ള 4ാമത്തെ കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 7:00 തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന എറിൻ മരിച്ചത്. രാവിലെ മുതൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് ഹൈ വെന്റിലേറ്റർ പിന്തുണയിലാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. വൈകിട്ടോടെ മരിച്ചു. ചികിത്സയിൽ തുടരുന്ന നിമ ജോണിയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മറ്റു 2 പേർ തിങ്കളാഴ്ച മരിച്ചിരുന്നു. ആൻഗ്രേസ്, അലീന എന്നിവരാണ് തിങ്കളാഴ്ച മരിച്ചത്. ചൊവ്വാഴ്ച മരിച്ച എറിന്റെ മൃതദേഹം പട്ടിക്കാട് സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോണ പള്ളിയിൽ സംസ്കരിക്കും. കാദറിനാണ് സഹോദരി. സുഹൃത്തിന്റെ വീട്ടിലെത്തിയവരാണ് ഞായറാഴ്ച വൈകിട്ടോടെ പീച്ചി ഡാം റിസർവോയറിൽ വീണത്. റിസർവോയറിൽ വീണ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റുള്ളവരും വെള്ളത്തിൽ വീഴുകയായിരുന്നു. 24 തൃശൂർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചതായി കണക്കാക്കി ധനസഹായം നൽകാൻ നടപടി തുടങ്ങി. കാണാതായവരുടെ പട്ടിക തയ്യാറാക്കുന്നതിനും സൂക്ഷ്മ പരിശോധനയ്ക്കുമായി പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും 2 സമിതികൾ രൂപീകരിച്ചു. പ്രക്രിയ ഈ മാസം പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകിയിരുന്നു. കാണാതായവരെ കൂടി മരിച്ചതായി കണക്കാക്കി തൊട്ടടുത്ത ബന്ധുക്കൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടപടി തുടങ്ങിയിരിക്കുന്നത്. ഓഖി പെട്ടിമുടി ദുരന്തങ്ങൾ സ്വീകരിച്ച അതേ നടപടികളാണ് വയനാട്ടിലും പിന്തുടരുന്നത്. വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, പോലീസ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവരടങ്ങുന്ന പ്രാദേശിക സമിതി കാണാതായവരുടെ പട്ടിക തയ്യാറാക്കണം. ഇപ്പോൾ തന്നെ FIR ശേഖരിച്ചിട്ടുള്ളതിനാൽ ഇതിന് വലിയ കാലതാമസമെടുക്കില്ല. പ്രാദേശിക സമിതി തയ്യാറാക്കുന്ന പട്ടിക ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിക്കണം. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പട്ടിക സംസ്ഥാനതല സമിതി വീണ്ടും പരിശോധിക്കും. ആഭ്യന്തര സെക്രട്ടറി, തദ്ദേശ വകുപ്പ് സെക്രട്ടറി, ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി എന്നിവരാണ് സംസ്ഥാനതല സമിതിയിലുള്ളത്. സംസ്ഥാനതല സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ ധനസഹായം പ്രഖ്യാപിക്കും. മരണപ്പെട്ടവരുടെ തുടർച്ചാവകാശികൾക്ക് നെക്സ്റ്റ് കിന്നിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ജനുവരി മാസത്തോടെ ജിയോയിൽ പറയുന്ന പ്രക്രിയ പൂർത്തിയാക്കി വിതരണം ചെയ്യാൻ കഴിയും. 32 പേരെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കാണാതായിരിക്കുന്നത്. കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വ്യവസ്ഥകൾ ബാധകമായിരിക്കും. 24 തിരുവനന്തപുരം. വയനാട് പുനരധിവാസത്തിനായുള്ള ഭൂമി ഏറ്റെടുപ്പിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി ഹാരിസൺസ് മലയാളം ലിമിറ്റഡ്. സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാരിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് അപ്പീൽ. മതിയായ നഷ്ടപരിഹാരം നൽകാതെയാണ് സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നതെന്ന് ഹാരിസൺ മലയാളം അപ്പീലിൽ പറയുന്നു. സ്വകാര്യ സ്ഥലം സ്ഥിരമായി ഏറ്റെടുക്കാനുള്ള സർക്കാർ നടപടി നിയമവിരുദ്ധമാണ്.
സ്ഥലമേറ്റെടുപ്പിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിലനിൽക്കുന്നതല്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നും അപ്പീലിൽ ഹാരിസൺസ് മലയാളം ആവശ്യപ്പെട്ടു. നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം. ജാമ്യാപേക്ഷയിലൂടെയും ബോബി ചെമ്മണ്ണൂർ പരാതിക്കാരിയെ അധിക്ഷേപിച്ചെന്ന കടുത്ത വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ജാമ്യം ലഭിച്ചിട്ടും ജയിൽ മോചനത്തിന് ബോബി ചെമ്മണ്ണൂർ വിസമ്മതിച്ചു. പരാതിക്കാരിക്കെതിരെ ജാമ്യഹർജിയിൽ നടത്തിയ അധിക്ഷേപ പരാമർശത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പിന്നാലെ ഹണി റോസിന് അസാമാന്യ കഴിവുകളില്ലെന്ന പരാമർശം പിൻവലിക്കുന്നതായി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്നും എന്തിനാണ് ഈ പ്രയോഗങ്ങൾ നടത്തുന്നതെന്നും കോടതിയുടെ ചോദ്യം. ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം പൊതുജനം മനസ്സിലാക്കണമെന്നും കോടതി. തെളിവെടുപ്പ് ആവശ്യമില്ലാത്തതിനാൽ കസ്റ്റഡിയിൽ വേണ്ട നിലപാട് പോലീസ് സ്വീകരിച്ചതോടെ അതിരൂക്ഷ വിമർശനങ്ങളോടെ കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചു. ജാമ്യം ലഭിച്ചതറിഞ്ഞ് ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകരും ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരും കാക്കനാട് ജയിൽ പരിസരത്ത് തടിച്ചുകൂടി. പിന്നാലെയായിരുന്നു നാടകീയ സംഭവങ്ങൾ. ബോണ്ടൊപ്പിടാൻ വിസമ്മതിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് തീരുമാനിച്ചു. സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്ക് ജാമ്യത്തിന് അവസരമൊരുക്കിയ ശേഷമേ പുറത്തിറങ്ങുമെന്ന് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയതോടെ സ്വീകരിക്കാനെത്തിയവരും മടങ്ങി. 24 കൊച്ചി. വാർത്തകളിലേക്ക് വീണ്ടും. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കലിൽ അന്തിമ തീരുമാനമെടുക്കാതെ ജില്ലാ ഭരണകൂടം. നിയമക്രമസമാധാന പ്രശ്നങ്ങൾ സംബന്ധിച്ച പരിശോധനകൾ തുടരുന്നതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. കല്ലറ പൊളിക്കുന്ന തീയതി സംബന്ധിച്ച് കുടുംബത്തിന് ഇതുവരെ അറിയിപ്പ് നൽകിയിട്ടില്ല. നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ബന്ധുക്കളുടെ ഉൾപ്പെടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മകൻ ഉൾപ്പെടെ നൽകിയ മൊഴികളിൽ അവ്യക്തത കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. മന്ത്രി ആർ ബിന്ദുവുമായി വീഡിയോ കോളിൽ സംസാരിച്ച് ഉമാ തോമസ് MLA. സുഖം പ്രാപിച്ചു വരുന്നു, ആരോഗ്യനിലയിൽ ആശ്വാസമെന്ന് ഉമാ തോമസ്. കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിക്കിടെ വീണ് പരിക്കേറ്റ് ചികിത്സയിലാണ് ഉമാ തോമസ് MLA. സുഖായിരിക്കണല്ലേ? അപ്പൊ നന്നായിരിക്കട്ടെ. നന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ശരി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ച സമസ്ത നേതാക്കൾ പരസ്യമായി മാപ്പ് പറയണമെന്ന ധാരണ തെറ്റിച്ചതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. ചർച്ചയ്ക്ക് ശേഷം സമസ്തയിലെ ലീഗ് വിരുദ്ധ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾക്കെതിരെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും തുറന്നടിച്ചു. മാപ്പ് പറയേണ്ടത് ദൈവത്തോട് മാത്രമെന്നും പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല എന്നുമായിരുന്നു സമസ്ത നേതാക്കളുടെ പ്രതികരണം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനും സമസ്ത യുവജന സംഘം സംസ്ഥാന അധ്യക്ഷനുമായ സാദിഖ് അലി തങ്ങൾക്കെതിരെ സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ വിമർശനം തുടരുന്ന സാഹചര്യത്തിലാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ നേരിട്ട് ചർച്ചയ്ക്ക് കളമൊരുക്കിയത്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി സാദിഖ് അലി തങ്ങൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് കഴിച്ചത് മതവിരുദ്ധമാണെന്ന് ഹമീദ് ഫൈസി കുറ്റപ്പെടുത്തിയിരുന്നു. ഹമീദ് ഫൈസി, അമ്പലക്കടവ്, ഉമർ ഫൈസി മുക്കം എന്നിവരടങ്ങുന്ന സംഘം പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളെ നേരിട്ട് കണ്ട് ഖേദപ്രകടനം നടത്തിയിരുന്നു. തുടർന്ന് ഖേദം പരസ്യമായി പ്രകടിപ്പിക്കണമെന്ന ധാരണയും ഇരുകൂട്ടരുമുണ്ടാക്കി. പക്ഷേ അതുണ്ടായില്ല. പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞ കാര്യങ്ങളിൽ പരസ്യമായി മാപ്പ് പറയാത്തതിൽ അതൃപ്തി സാദിഖ് അലി തങ്ങൾ പ്രകടിപ്പിച്ചു. ഇതിപ്പോൾ നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാ, ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊന്നും എന്നോട് പറഞ്ഞതല്ല, പുറത്ത് വേദികളിലും പ്രസംഗത്തിലൂടെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത്. അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു. അവർ പത്രസമ്മേളനം നടത്തി. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. പാണക്കാട്ടെ ചർച്ചയിലുണ്ടായ ധാരണ പാലിച്ചില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. അവർ പറയുകയും ചെയ്തു. പിന്നെ പറഞ്ഞത് അവർ പുറത്ത് പറയാന്നുള്ളത് അത് അവരുടെ ഒരു മാന്യതയുടെ ഭാഗമാണ്. അതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ അത് മാത്രം പറഞ്ഞില്ല, വേറെ പല കാര്യങ്ങളും പറഞ്ഞു. ചർച്ചയ്ക്ക് ശേഷം സംസ്ഥാന നേതാക്കൾ നടത്തിയ പരസ്യ പ്രസ്താവനകൾ ലീഗ് നേതൃത്വത്തെ ചൊടിപ്പിച്ചു. സാദിഖ് അലി തങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടില്ലെന്നും പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ലെന്നുമായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. അങ്ങനെ ഖേദത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. പിന്നെ തങ്ങൾക്കും ഇങ്ങോട്ടും ഖേദമില്ല, അങ്ങോട്ടും ഖേദമൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പിന്നെന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നില്ലേ? എത്രയല്ലേ ഉള്ളൂ. മാപ്പ് അള്ളഹാനോടാ പറയാ. ഞങ്ങൾ അള്ളാഹുവിനോടല്ല വേറെ ആളും പറഞ്ഞു. ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തെറ്റും ചെയ്യാറില്ല. അതൃപ്തി മുസ്ലിം ലീഗ് നേതൃത്വം സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ നേരിട്ടറിയിച്ചു.
പുതിയ സംഭവവികാസങ്ങളോടെ സമസ്ത ലീഗ് തർക്കം പരിഹരിക്കാനുള്ള തുടർ ചർച്ചകളും തുലാസിലായി. ചർച്ച വേണോ എന്ന് ആലോചിക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. 24 മലപ്പുറം. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇനി പിടിയിലാകാനുള്ളത് 15 പ്രതികൾ. 2 ദിവസത്തിനകം മുഴുവൻ പ്രതികളെയും പിടികൂടുമെന്ന് കേസന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള DIG അജിത ബീഗം 24നോട് പറഞ്ഞു. 44 പേരാണ് ഇതുവരെ കേസിൽ അറസ്റ്റിലായത്. 24 എക്സ്ക്ലൂസീവ്. 59 accused have been listed out and 44 has been arrested. ഇപ്പോൾ നമുക്ക് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത് 15 പേരാണ്. വി ആർ എൻഷുറിംഗ് ദാറ്റ് നോബഡി ഈസ് ലെഫ്റ്റ് ഔട്ട്. അതിനകത്ത് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാ ആളുകളെയും വി വിൽ ലിസ്റ്റ് ദം ഡൗൺ. വിൽ എൻഷുർ ദാറ്റ് ഓൾ FIRs ആർ രജിസ്റ്റർഡ് ആൻഡ് ഓൾ ഓഫ് ദം അറസ്റ്റഡ്. കേസിൽ ആകെ 30 FIR ആണ് രജിസ്റ്റർ ചെയ്തത്. ഇന്ന് ഒരാളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 44ആയി. തിരുവനന്തപുരം റൂറൽ പരിധിയിൽ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിജീവിതയുടെ രഹസ്യമൊഴി അടൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. കേസിലെ ഒരു പ്രതി വിദേശത്താണുള്ളത്. ഇയാൾക്കായുള്ള ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറത്തിറക്കും. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ നാളെ പത്തനംതിട്ട SP ഓഫീസിൽ അവലോകന യോഗം ചേരും. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റിയ വയോധികനിൽ ജീവന്റെ തുടിപ്പ്. കണ്ണൂർ AKG ആശുപത്രിയിലാണ് നാടകീയമായ സംഭവം. കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രനാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ആംബുലൻസിൽ നിന്ന് ഫ്രീസറിലേക്ക് മാറ്റുന്നതിനിടെ ആശുപത്രിയിലെ അറ്റൻഡറാണ് കയ്യിൽ അനക്കം കണ്ടത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് പവിത്രൻ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ പിടിച്ചു നിർത്തിയത്. ഒടുവിൽ പവിത്രനെ കണ്ണൂരിലേക്ക് കൊണ്ടുവരാമെന്ന് കുടുംബം തന്നെ തീരുമാനിച്ചു. പിന്നീടാണ് നാടകീയമായ സംഭവങ്ങൾ. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതോടെ പവിത്രൻ മരിച്ചുവെന്ന വിവരമാണ് ബന്ധുക്കൾ നാട്ടിലറിയിച്ചത്. രാത്രിയിൽ മൃതദേഹം സൂക്ഷിക്കാൻ കണ്ണൂർ AKG ആശുപത്രിയിൽ ഫ്രീസറും ബുക്ക് ചെയ്തു. ദിനപത്രത്തിൽ സംസ്കാര സമയം വരെ നിശ്ചയിച്ച് വാർത്തയും നൽകി. രാത്രി 11:30 ആംബുലൻസ് AKG ആശുപത്രിയിലെത്തി. ആംബുലൻസിൽ നിന്ന് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുന്നതിനിടെ പവിത്രന്റെ കൈ അനങ്ങുന്നത് അറ്റൻഡർ ജയൻ കണ്ടു. ഉടൻ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. ആംബുലൻസ് തുറന്ന സമയത്ത് എന്തോ ഒരു കൈ ഇതുപോലെ അനങ്ങുന്ന പോലെ ഒരു സംശയം തോന്നി. അങ്ങനെ ഒരു ചെറിയൊരു അനക്കം പോലെ ഇവിടെ അനക്കം തോന്നിയെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ എന്താ പറയുക, ഏട്ട ഒരു ചെറിയ സംശയമുണ്ട്. നമ്മൾ തൊട്ട് വെക്കുമ്പോൾ ഒരു ചെറിയൊരു പൾസ് പോലെ ബന്ധുക്കളും പ്രാദേശിക ജനപ്രതിനിധികളും മരണം സാക്ഷ്യപ്പെടുത്തിയതുകൊണ്ടാണ് ഫ്രീസർ സംവിധാനം ഒരുക്കി നൽകിയതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. എന്തായാലും ജീവനക്കാരുടെ ശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ തിരിച്ചുകിട്ടി. പവിത്രൻ നിലവിൽ AKG സഹകരണ ആശുപത്രിയിലെ തന്നെ ICUവിൽ ചികിത്സയിലാണ്. 24 കണ്ണൂർ. തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ കൂലി പട്ടാളത്തിൽ അകപ്പെട്ട് കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശി ബിനിലിന്റെ മരണം സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നോർക്ക ഏകോപിപ്പിക്കും. ഡ്രോൺ ആക്രമണത്തിലാണ് ബിനിൽ കൊല്ലപ്പെട്ടതെന്ന് പരിക്കേറ്റ മോസ്കോയിലെ ആശുപത്രിയിൽ കഴിയുന്ന ജെയിൻ സുഹൃത്തുക്കളെ അറിയിച്ചു. റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ മരിച്ചുവെന്നും ഒപ്പം പ്രവർത്തിച്ചിരുന്ന ബന്ധു ജെയിൻ കുര്യൻ പരിക്കേറ്റ് മോസ്കോയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് സാമൂഹിക മാധ്യമത്തിലൂടെ ഈ വിവരം സ്ഥിരീകരിച്ചത്. അതേസമയം കൂലിപ്പട്ടാളത്തിലകപ്പെട്ട ഇരുവർക്കും യുദ്ധമുഖത്ത് എന്ത് സംഭവിച്ചുവെന്ന് ജെയിൻ വിവരിക്കുന്ന സന്ദേശം പുറത്തുവന്നു. 5-ാം തീയതി രാത്രി ബിനിലിനെ ചിലർ കൂട്ടിക്കൊണ്ടുപോയി. 6-ാം തീയതി രാവിലെ യുദ്ധമുഖത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നതിനിടെയാണ് ബിനിലിന്റെ മൃതദേഹം കണ്ടതെന്ന് ജെയിൻ. ആ സമയം ഡ്രോൺ ആക്രമണം ശക്തമായി. അതിനിടെ ബിനിലിന്റെ ശരീരം മറച്ചിട്ട് പരിശോധിച്ചു. രക്തം തളം കെട്ടി മരവിച്ച നിലയിലായിരുന്നു മൃതദേഹം. ഡ്രോൺ ആക്രമണത്തിലാണ് ബിനിൽ കൊല്ലപ്പെട്ടതെന്നും സന്ദേശത്തിൽ സ്ഥിരീകരിക്കുന്നു. 24 തൃശൂർ. പൊള്ളാച്ചിയിൽ നിന്ന് ടൂറിസം ഫെസ്റ്റിന്റെ ഭാഗമായി പറന്നുയർന്ന ഭീമൻ ബലൂണിന് ഗ്യാസ് തീർന്നതിനെ തുടർന്ന് പാലക്കാട് കന്നിമാരിയിലെ നെൽപ്പാടത്ത് സേഫ് ലാൻഡിംഗ്. ബലൂണിലുണ്ടായിരുന്ന 4 പേരും സുരക്ഷിതരാണ്. മുള്ളൻതോട്ടിലെ കർഷകൻ കൃഷ്ണൻകുട്ടിയുടെ പാടത്താണ് ബലൂൺ ഇടിച്ചിറക്കിയത്. ഇന്ന് രാവിലെ 8 മണിയോടെ വലിയ ശബ്ദം കേട്ട് കർഷകരായ കൃഷ്ണൻകുട്ടിയും രാമൻകുട്ടിയും പാടത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആനയുടെ രൂപത്തിലുള്ള ഭീമൻ ബലൂൺ തന്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ പാകത്തിന് താഴേക്ക് ഇറങ്ങി വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. കൃഷി നശിക്കുമെന്ന ആശങ്കയൊന്നും അപ്പോൾ കൃഷ്ണൻകുട്ടിക്കുണ്ടായില്ല. സുരക്ഷിതമായി താഴേക്ക് ഇറങ്ങാൻ സംഘത്തെ കൃഷ്ണൻകുട്ടിയും രാമൻകുട്ടിയും സഹായിച്ചു. ഞങ്ങളെ മൊത്തം ഇങ്ങനെ മുകളിലേക്ക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഞങ്ങൾ വിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് വലിച്ച് ഈ കാണുന്ന ഇവരെ കൊണ്ട് ഇറക്കി അതിൽ മൊത്തം രക്ഷപ്പെടുത്തിയത്, സാഹസികമായി രക്ഷപ്പെടുത്തിയത്.
10ാമത് അന്താരാഷ്ട്ര ബലൂൺ ഫെസ്റ്റിവലിന്റെ ഭാഗമായി 7 രാജ്യങ്ങളിൽ നിന്നും 11 ബലൂണുകളാണ് മത്സരത്തിന്റെ ഭാഗമായി എത്തിയത്. സ്വകാര്യ സംഘടനയുമായി ചേർന്നാണ് തമിഴ്നാട് ടൂറിസം വകുപ്പ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. പൊള്ളാച്ചിയിൽ നിന്ന് 20 കിലോമീറ്ററോളം പറന്ന് കന്യാകുമാരിയിലെ പാടത്തിറക്കിയ ബലൂൺ പിന്നീട് കമ്പനി അധികൃതരെത്തി ചുരുട്ടിയെടുത്ത് കൊണ്ടുപോയി. പറക്കാൻ ആവശ്യമായ ഗ്യാസ് തീർന്നുപോയതിനെ തുടർന്നാണ് പെരുമാട്ടിയിൽ ബലൂൺ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. 24 പാലക്കാട്. ISROയുടെ സ്പേഡെക്സ് ദൗത്യം വൈകുമെന്ന് ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. കരുതലോടെ മാത്രമേ മുന്നോട്ടു പോകൂ. ISROയുടെ 100ാം വിക്ഷേപണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഡോക്ടർ വി നാരായണൻ പറഞ്ഞു. കുറച്ച് ലേറ്റ് ആയാലും നോ പ്രോബ്ലം. കാരണം നമ്മൾ പ്രൊപ്പലൻ്റ് സാറ്റിൽ നല്ല സേഫ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് പോകുന്നത്. ഇല്ല, സ്പേഡെക്സ് നൗ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളൊന്ന് 15 മീറ്റർ വരെ കൊണ്ടുവന്ന്, അപ്പോൾ അതൊക്കെ എല്ലാം വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ സ്റ്റെപ്പായിട്ടാണ് അത് മുമ്പോട്ട് പോകുന്നത്. കാരണം ഇതൊരു മേജർ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതുകൊണ്ട് സ്റ്റെപ്പായിട്ട് മൂവ് ചെയ്ത് പിന്നെ നോക്കി അങ്ങനെയാണ് പോകുന്നത്. ഹൈക്കോടതി വിലക്ക് ലംഘിച്ച് സെക്രട്ടേറിയറ്റ് പരിസരത്ത് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് നീക്കി. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തി കൂറ്റൻ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. വിവാദമായതിന് പിന്നാലെയാണ് കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചത്. സെക്രട്ടേറിയറ്റ് കന്റോൺമെന്റ് ഗേറ്റിന് സമീപത്തായാണ് ഭരണാനുകൂല സർവീസ് സംഘടന കൂറ്റൻ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. മുഖ്യമന്ത്രിയുടെ കട്ടൌട്ടടക്കം ഉൾപ്പെടുത്തിയായിരുന്നു കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഫ്ലക്സ് ബോർഡ്. പൊതുസ്ഥലങ്ങളിലും പാതയോരങ്ങളിലും അനധികൃതമായി സ്ഥാപിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ നീക്കാനുള്ള ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് വിലക്ക് ലംഘനം. അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകളടക്കമുള്ളവ എടുത്തുമാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. നടപടി ഉറപ്പാക്കാൻ സർക്കാരിനോടും ആവശ്യപ്പെട്ടു. സംസ്ഥാന വ്യാപകമായി നടപടികൾ തുടരവെയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് കൂറ്റൻ ബോർഡ് ഉയർന്നത്. വിവാദമായതിന് പിന്നാലെ നടപടി. കോർപ്പറേഷൻ ജീവനക്കാരും തൊഴിലാളികളും എത്തി ഫ്ലക്സ് ബോർഡും ഒപ്പം സ്ഥാപിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ കട്ടൗട്ടും പൊളിച്ചു നീക്കി. തിരുവനന്തപുരം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കം എന്താണ് എന്നാണ് രാഷ്ട്രീയ പാർട്ടികളിലെ ചർച്ച. സിറ്റിംഗ് സീറ്റായ നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച അൻവർ ഏത് സീറ്റാണ് നോട്ടമിടുന്നത് എന്നതിലാണ് ആകാംക്ഷ. അൻവറിന്റെ മാപ്പപേക്ഷ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച സാഹചര്യത്തിൽ UDFന്റെ വാതിൽ തുറക്കുമോ എന്നതും വലിയ ചർച്ചയാണ്. പിണറായി സത്തെ പരാജയപ്പെടുത്താൻ നിലമ്പൂർ സീറ്റ് ത്യജിച്ച PV അൻവറിന് ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ച് കണക്കൂട്ടലുണ്ടാകുമെന്ന് ഉറപ്പാണ്. UDF ജയം ഉറപ്പിക്കാനായി നിലമ്പൂർ സീറ്റ് വിട്ടുകൊടുക്കുമ്പോൾ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായി അൻവറിന് UDF പ്രവേശനവും നിയമസഭാ സീറ്റും കൂടിയേ തീരൂ. അഴിമതി ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞും നിലമ്പൂരിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ചും അൻവർ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കഴിഞ്ഞു. ലീഗിന്റെ ശക്തിദുർഗമായി കരുതുമ്പോഴും മലപ്പുറം ജില്ലയിലെ 4 സീറ്റുകൾ ഇടത് MLAമാരാണ്. പെരിന്തൽമണ്ണ മങ്കട സീറ്റുകളിലെ വോട്ട് വ്യത്യാസം തീരെ കുറവും. നിലമ്പൂർ ഉപേക്ഷിക്കുന്ന PV അൻവർ തവനൂരിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. UDFന്റെ ഭാഗമായാൽ ഇതിനേക്കുള്ള സാധ്യത തെളിയും. എന്നാൽ അതിനല്പം സമയമെടുത്തേക്കും. അതറിയിച്ചിട്ടുണ്ട്. ആ പിന്തുണ വേണോ വേണ്ടേ എന്നുള്ളതും നമ്മൾ തീരുമാനിക്കും. ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ ഉന്നത നേതൃത്വം ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയിട്ട് മാത്രമേ ഞങ്ങൾ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുള്ളൂ. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന PV അൻവർ UDFിലെത്തുമെന്ന് തന്നെയാണ് ഇടത് നേതൃത്വം കരുതുന്നത്. അദ്ദേഹം എങ്ങനെയാണ് UDFിലേക്ക് കയറുക എന്നുള്ള കാര്യം സംബന്ധിച്ച് മാപ്പപേക്ഷ കൊടുത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ അഭയകേന്ദ്രം അതല്ലാതെ വേറില്ല. അതിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്നോ DMK എന്നോ മറ്റേതെങ്കിലും പേര് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല. നിലമ്പൂരിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ആളെ മത്സരിപ്പിക്കണമെന്നും അത് VS ജോയി ആയിരിക്കണമെന്ന് നിർദ്ദേശിച്ചത് PV അൻവറിന്റെ പിഴവാണെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ഇത്തരം പിഴവുകൾ തിരുത്തിയാലേ അൻവറിന്റെ രാഷ്ട്രീയ നീക്കം സുഗമമാകൂ. 24 തിരുവനന്തപുരം. വയനാട് പുൽപ്പള്ളി അമരക്കുന്നിൽ ഇറങ്ങിയ കടുവ ഉടൻ കൂട്ടിലായേക്കും. ഊട്ടിക്കവലയിൽ സ്ഥാപിച്ച കൂടിന് സമീപം വരെ കടുവ നേരത്തെ എത്തിയിരുന്നു. നാട്ടുകാർ ആശങ്കയിൽ തന്നെയാണ്. തൊട്ട അയലോക്കത്തെ ആടിനെയാണ് ഇന്ന് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇവിടെ ചുറ്റുവട്ടം എല്ലാവരും ക്ഷീരകർഷകരാണ്. ഈ വെളുപ്പിന് 5 മണി 4:30 ആകുമ്പോൾ തൊഴുത്തിൽ കയറി പശുവിനെ കുളിപ്പിച്ച് കറന്ന് അതിന് വേണ്ട പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് സർക്കാരും അല്ല അതിൻ്റെ ഉദ്യോഗസ്ഥരും പറഞ്ഞു തരണം. ഇന്ന് ഒരു രാത്രി കൂടി ഞങ്ങൾ ക്ഷമിക്കും. നാളെ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ എന്ന് പ്രത്യേകം പറയുന്നു. എത്രയും വേഗം പിടിക്കണം, മയക്കുവെടി വെച്ച് പിടിക്കണം, അല്ലെങ്കിൽ കൂട്ടിൽ കടുവേനെ അകപ്പെടുത്തണം. അമരക്കുന്നിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, ഇപ്പോഴും ആ ദൗത്യം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കടുവ കൂടിന് അടുത്ത് വരെ ഉണ്ടായിരുന്നു എന്ന കാര്യം വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഏറ്റവും ഒടുവിലായി വനംവകുപ്പ് അറിയിക്കുന്നത് എന്താണ് സുർജിത്ത്?
2 തവണയാണ് റീജിത്ത് കടുവ കൂടിനടുത്ത് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തൊട്ടടുത്ത് വരെ എത്തി നിൽക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായി. ആ ഒരു ഘട്ടത്തിൽ ആ വിവരം അറിഞ്ഞ നാട്ടുകാരെല്ലാം വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അത് പ്രായോഗികമല്ലാതെ വന്നു. ഇപ്പോൾ കടുവ ഈ ഉൾഭാഗത്തേക്ക്, അതായത് തോട്ടത്തിനകത്തേക്ക് വലിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകളെ സംബന്ധിച്ച് ആശ്വസിക്കാനുള്ള വക ഇപ്പോൾ നിലവിലില്ല. പക്ഷേ ഈ ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള ആ ഒരു ദൗത്യം, ആ ഒരു നടപടി അത് തുടരുന്നൊരു പശ്ചാത്തലമാണുള്ളത്. ഇവിടെ ആളുകളൊന്നും തന്നെ ഉറങ്ങിയിട്ടില്ല. എല്ലാവരും എല്ലാ വീട്ടിലും ഇങ്ങനെ ഉറക്കം വിളച്ച് കാത്തിരിക്കുകയാണ് ഈ ദൗത്യം എന്താകും എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. നമുക്ക് നേരെ ഈ നാട്ടുകാരിലേക്ക് തന്നെ പോകാം. എന്താണ് നിങ്ങൾ അറിഞ്ഞ വിവരം എന്തൊക്കെയാണ്? നിലവിൽ RRT 2 സംഘമായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡ്രോണുമായി ബന്ധപ്പെട്ട് കടുവയുടെ സാന്നിധ്യം കണ്ടിരുന്നു, അതിനെ ഫോളോ ചെയ്തിരുന്നു. കൂടിനടുത്തേക്ക് കടുവ വരികയും പക്ഷേ 2 പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോകുന്നവരെ ഉണ്ടായിട്ടുള്ളത്. അത് ഇനിയും വരും എന്ന രൂപത്തിലാണ് ഇപ്പം നിലവിൽ വിസിബിൾ ആയിട്ടുള്ളൊരു സാഹചര്യം എല്ലാം ഉള്ളത്. ഇത് കടുവയെ ഡ്രോൺ പരിശോധന ഇപ്പം വീണ്ടും ആരംഭിക്കുന്നുണ്ട്. അത് ഇന്ന് തന്നെ പിടികൂടാൻ ആവശ്യമായ വെടിവെക്കാനുള്ള സംവിധാനത്തിൽ 2 RR ടീം ഉൾപ്പെടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. രാത്രിയിലെ വനംവകുപ്പ് അവരുടെ മാക്സിമം സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് പരിശോധന നടത്തുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കടുവ മിക്സായി പോയി എന്നുള്ളതാണ്. കടുവ 2 തവണ കൂടിൻ്റെ അടുത്തേക്ക് എത്തിയതാണ്. അപ്പോൾ ഈ രാത്രി തന്നെ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് ഒരു നല്ലൊരു ശുഭവാർത്ത എത്തുമെന്നുള്ളത്. വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം ഉണ്ടാകുന്നുണ്ട്. നല്ല രീതിയിൽ അവർ തെരച്ചിൽ നടത്തുന്നുണ്ട്. പകൽ വ്യത്യാസമില്ലാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെയുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ അത് സാധ്യമല്ലാത്ത വരുന്നൊരവസ്ഥ എന്ന് പറയുന്നത് അത് 2 തവണ കൂടിനടുത്ത് വരെ ഈ കടുവ എത്തി എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം അത് മടങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അത് മടങ്ങി നേരെ ഇപ്പോൾ തോട്ടത്തിനകത്തേക്ക് വലിയുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 4 ആടുകളെ ഇതിനകം തന്നെ കടുവ കൊന്നൊടുക്കിയിട്ടുണ്ട്. ആടുകളെ മാത്രമാണ് പിടികൂടുന്നത്. ഒരു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളാകാം ഇങ്ങനെ ഒരു വേട്ടയ്ക്ക് ഒരുങ്ങുന്നത് എന്നുള്ളത്. സാധാരണഗതിയിൽ പശു, മറ്റ് കന്നുകാലികൾ അതിനെയെല്ലാം വേട്ടയാടുന്നൊരു പതിവാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ആടുകളെ മാത്രം വേട്ടയാടുക എന്നുള്ള തരത്തിലേക്ക് മാറാൻ കാരണം ഒരുപക്ഷെ ചെറിയ ജീവികളെ പിടികൂടുന്നത് അതിൻ്റെ ആരോഗ്യാവസ്ഥ തന്നെയാകാം എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. എന്തായാലും വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ സംഘം, ഡോക്ടർ അരുൺ സക്കറിയ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഏതെങ്കിലും സന്ദർഭത്തിൽ ഉചിതമായ സമയത്ത് ഇതിനെ കിട്ടിയാൽ ഉറപ്പായും മയക്കുവെടി വെക്കാനുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഈ രാത്രിയിൽ എങ്ങനെ അത് സാധ്യമാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കടുവ 2 തവണ വന്നു, കൂടിനടുത്ത് വരെ എത്തി. പക്ഷേ പിന്നീട് അത് ഉൾമേഖലയിലേക്ക് അത് വലിയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതാണ് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലേക്ക് ആളുകൾ. ഇന്നിപ്പോൾ രാത്രിയാണ്. നാളെ രാവിലെ എന്തെങ്കിലും പ്രത്യേക ആക്ഷൻ പ്ലാനോ മറ്റോ ഉണ്ടോ, അതോ പതിവായി തുടരുന്ന രീതി തുടരുക എന്നതാണോ വനംവകുപ്പ് ആലോചിക്കുന്നത്? സുർജിത്ത്, എന്തായാലും കൂടുതൽ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെ വനംവകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ അത് ഈ നടപടി അവസാനിക്കുന്നില്ല, ഇനിയും ഇത് തുടരുകയാണ്. കാരണം ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടി ഡ്രോൺ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും തുടരുന്നൊരു, ഈ സമയത്ത് പോലും തുടരുന്നൊരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ അത് വിസിബിലിറ്റിയിൽ നിന്ന് മാഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വീണ്ടും എത്താനുള്ള സാധ്യതയുമുണ്ട്, തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ പരിശോധന തുടരും. നാളെ രാവിലെ ഇത് തുടർച്ചയായി തന്നെ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെ തന്നെയേ ഇതിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഈ കാപ്പിത്തോട്ടങ്ങൾ, കമുകിൻ തോട്ടങ്ങൾ, കൊല്ലികൾ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ്. ചതുപ്പ് നിലങ്ങൾ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ഒരു ഭൂപ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇത് കാപ്പിത്തോട്ടത്തിലേക്ക് വലിഞ്ഞാൽ അതിനെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കണ്ടെത്തിയാൽ പോലും അവിടെ മയക്കുവെടി വയ്ക്കുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമാണ്. നേരത്തെ തണ്ണീർക്കൊമ്പൻ്റെയൊക്കെ ഒരു വാഴത്തോട്ടത്തിനടുത്താണ് തണ്ണീർക്കൊമ്പൻ വന്നു പെട്ടത്. അതിനെ മയക്കുവെടി വെച്ചപ്പോൾ മയക്കുവെടി നേരെ വാഴയുടെ തണ്ടിൽ തട്ടി തെറിച്ചു പോകുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള സാധ്യത ഇവിടെയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉചിതമായ സമയം, സന്ദർഭം ഇത് ഒത്തിണങ്ങിയാൽ മാത്രമേ മയക്കുവെടി എന്നുള്ള തരത്തിലേക്ക് വനംവകുപ്പിന് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. റീജിത്ത്. ശരി, അമരക്കുനിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ, പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുർജിത്ത് അയ്യപ്പത്ത്. 2 തവണ കൂടിന് സമീപം വരെ കടുവ എത്തി എന്നുള്ള കാര്യം വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നീട് ദൂരേക്ക് പോവുകയായിരുന്നു. ഈ ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. ഈ രാത്രിയേറെ വൈകിയും തുടരുകയാണ്. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അവിടെയുള്ള പ്രദേശവാസികളും. കാരണം ദിവസങ്ങളായുള്ള അവരുടെ ആശങ്കയാണ്. അതിന് ഉടൻ പരിഹാരമുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി അവരും കാത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഷഹാന മുംതാസിനെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് ആരോപണം. ഷഹാനയ്ക്ക് നിറമില്ലെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും ആരോപിച്ച് വിവാഹബന്ധം വേർപ്പെടുത്താൻ ഭർത്താവ് അബ്ദുൽ വാഹിദും കുടുംബവും നിർബന്ധിച്ചിരുന്നുവെന്ന് സഹോദരൻ. മകനെ തിരുത്തേണ്ട ഉമ്മയാണ് ഈ പറഞ്ഞത്.
10-20 ദിവസമായിട്ടുള്ളൂ. എനിക്ക് എന്തിനാ ഇതിമേ തന്നെ കടിച്ചു തോന്നുന്നു, എനിക്ക് ഇതിലും നല്ല വേറെ കിട്ടൂലേ, എനിക്ക് ഇതാണ്ട് ഒഴിവാക്കി കൂടെ. ഈ കോളേജ് പോകുമ്പോൾ ഫ്രണ്ട്സ് പറയണ്ടേ, ഈ മുന്താസ് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് വരുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല, എന്തുകൊണ്ടാണ് വരാത്ത ചോദിച്ചപ്പോൾ ഇവർ പിന്നെ ചോദിച്ചപ്പോഴാണ് ഓൻ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു, വെയിലുണ്ടാ കറക്കും എന്ന് പറഞ്ഞേക്കാം. ഇതൊക്കെ ഒരു മനുഷ്യനോട് പറയാൻ പറ്റുമോ? 2024 മെയ് 27 ഷഹാന മുംതാസും മൊറയൂർ സ്വദേശി അബ്ദുൽ വാഹിദും തമ്മിലുള്ള വിവാഹം നടന്നത്. 20 ദിവസം ഒരുമിച്ച് കഴിഞ്ഞ ശേഷം അബ്ദുൽ വാഹിദ് വിദേശത്തേക്ക് പോയി. പിന്നാലെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പ്രശ്നങ്ങൾ ഇവരോട് പറയുന്നത്, കുട്ടി പറയുന്നത് എന്താണ്, കളറില്ല, കുട്ടി ബ്ലാക്കാണ്, പിന്നെ ഈ നിറമാണ് കുട്ടി. അപ്പോൾ ഇപ്പം കണ്ടിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. കാരണം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ കൂടെ പോയിട്ടുണ്ട്, 20 ദിവസം കൂടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നും ഇവനില്ലാത്ത കളറിൻ്റെ പ്രശ്നം വന്നത് ഗൾഫിലേക്ക് എത്തിയപ്പോഴാണ്. അപ്പം പിന്നെ കളറില്ലാന്നാണ് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. അബ്ദുൽ വാഹിദിന്റെ മാതാപിതാക്കളും മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ആരോപണമുണ്ട്. 3 പേർക്കുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. എന്നാൽ നിറത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്നാണ് ഭർത്താവിന്റെ വിശദീകരണം. കൊണ്ടോട്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 24 മലപ്പുറം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാകുന്നു. മരുന്ന് ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ രംഗത്തെത്തി. മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചിട്ട് 4 ദിവസം പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് അധികൃതർ ശ്രമിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം ഈ മാസം 10 മുതലാണ് വിതരണക്കാർ അവസാനിപ്പിച്ചത്. പിന്നാലെ മരുന്ന് ക്ഷാമം രൂക്ഷമാവുകയാണ്. ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമായ ഫ്ലൂയിഡ് കിട്ടുന്നില്ലെന്ന് രോഗികൾ. മരുന്ന് ചെയ്യാനുള്ള മരുന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അത് എടുക്കുന്നത് ഒന്ന് ബീച്ചിൽ നിന്നും പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും എടുക്കുന്നത്. 2 സ്ഥലത്തും ഇല്ലാത്ത അവസ്ഥയാണ്. മോന് പിന്നെ കിഡ്നി 2ഉം കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ ഒരു ദിവസം 1.5 1000 ml ആണ് കയറ്റുന്നത് മരുന്ന്. അതിനുള്ള മരുന്ന് ഇപ്പം കയ്യിൽ ഇനി സ്റ്റോക്ക് ഇല്ല ഞങ്ങളടുത്ത്. ഒരാഴ്ചയായിട്ടാണ് മരുന്നില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരുന്ന് നടന്ന് കിട്ടിയില്ലെങ്കിൽ പുറത്ത് വാങ്ങാൻ തന്നെ ഒരുപാട് പൈസയാവും. അപ്പോൾ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ 500-ലധികം പേഷ്യൻസ് ഉണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇങ്ങനെ മരുന്ന് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം പുറമേ നിന്ന് മരുന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു മിനിമം ഒരു രോഗിക്ക് എന്തായാലും 1200 രൂപേൻ്റെ അടുത്ത് ദിവസം ചിലവ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. നാളിതുവരെയായി ഒരു ചർച്ച നടത്താൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് വിതരണക്കാർ പറയുന്നു. 1 മാസത്തെ കുടിശ്ശികയായ 4 കോടി രൂപയാണ് നൽകിയത്. മുഴുവൻ തുകയും നൽകാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ലെന്ന നിലപാടിലാണ് വിതരണക്കാർ. 90 കോടിയിലധികം രൂപയാണ് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രിൻസിപ്പൽ ഓഫീസിന് സമീപം പ്രതിഷേധ സംഗമം നടത്തി. 24 കോഴിക്കോട്. 24ന്റെ പ്രത്യേക ക്യാമ്പയിൻ തുടരുന്നു. സൈബർ ബലിയാടുകൾ. താരങ്ങൾക്കോ നേതാക്കൾക്കോ മാത്രമല്ല സാധാരണ പാർട്ടി പ്രവർത്തകരും വീട്ടമ്മമാരും വരെ സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങൾക്കിരയാകുന്നുണ്ട്. ഇത്തരമൊരു അനുഭവം നേരിടുകയും ഇതിനെതിരെ ശക്തമായി പോരാടുകയും ചെയ്ത അനുഭവമാണ് തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിനി ശ്രീജ ഷൈജുദേവിന് പറയാനുള്ളത്. ഫേസ്ബുക്കിൽ വ്യാജ പ്രൊഫൈലിൽ നിന്നും വാട്സപ്പിൽ വ്യാജ നമ്പറിൽ നിന്നും നിരന്തരമായി അധിക്ഷേപം. വ്യാജന്മാർ എല്ലാ അതിർത്തികളും ഭേദിച്ച് രൂക്ഷമായിട്ടായിരുന്നു അതിക്രമം. സാധാരണ വീട്ടമ്മയാണെങ്കിൽ തകർന്നു പോകാൻ ഇത്രയും മതി. എന്നാൽ ശ്രീജ ഷൈജുദേവ് തളർന്നില്ല, പോരാടാൻ തീരുമാനിച്ചു. പരാതി നൽകി. പോലീസ് അന്വേഷണവും ശക്തമായി നടന്നു. ഫേസ്ബുക്കിലും വാട്സാപ്പിലും വളരെ മോശമായ നിലയിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നിലയിലുള്ള പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെയാണ് വന്നത്. സൈബർ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും അതിനെ തുടർന്ന് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഞാൻ മൊഴി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് കേസെത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. 22ഓളം പേരെ ചോദ്യം ചെയ്തു. ഇതിനിടെ 3 വ്യാജ ID-യുടെ വിവരങ്ങൾ ലഭ്യമായില്ല. പോലീസ് കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്ന് ശക്തമായ നടപടിയുമുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫേസ്ബുക്കിൻ്റെ CEOയെയും അതുപോലെ തന്നെ വാട്സാപ്പിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെയും ഒക്കെ വിളിച്ചു വരുത്തുന്നതിന് കോടതി തന്നെ ഉത്തരവിടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ കോടതി ഉത്തരവിട്ട് അതിനുശേഷം അവർ ആദ്യം വന്നില്ല, രണ്ടാമത് വീണ്ടും കോടതി നോട്ടീസ് കൊടുത്തു.
സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങൾക്ക് രാഷ്ട്രീയ വേർതിരിവില്ല. ഏത് പാർട്ടിക്കാരായാലും അതിൽ പാർട്ടി എന്നുള്ളതൊന്നുമില്ല, രാഷ്ട്രീയമൊന്നുമില്ല. ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരായാലും അല്ലാതെയുള്ള ആളുകളായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള നിലയിൽ വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രചരണം നടത്തുന്നത് അത് ഒരാളും ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. CPM പ്രാദേശിക നേതാവും കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാണ് ശ്രീജ. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. വാർത്തകളിലേക്ക് വീണ്ടും. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് സൂചന. ചർച്ചയിൽ പുരോഗതിയെന്ന് ഹമാസ്. 3 ഘട്ടങ്ങളുള്ള കരാറിൽ ഇസ്രായേലും ഹമാസും ഒപ്പുവച്ചേക്കുമെന്നാണ് സൂചന. ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറാണ് ആദ്യത്തേത്. ഇതിന്റെ ഭാഗമായി 33 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. 50 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. ഘട്ടം ഘട്ടമായ സൈനിക പിന്മാറ്റം, സമ്പൂർണ്ണ വെടിനിർത്തൽ എന്നിവയാണ് മറ്റു 2 ഘട്ടങ്ങൾ. വെടിനിർത്തൽ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറും വ്യക്തമാക്കി. വിവരങ്ങൾ വ്യക്തമാക്കാൻ ഖത്തർ വിദേശകാര്യമന്ത്രി വാർത്താസമ്മേളനം നടത്തും. ട്രംപ് അധികാരമേൽക്കുന്ന ഈ മാസം 20-ന് മുൻപായി വെടിനിർത്തൽ പ്രഖ്യാപനം സാധ്യമാക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള മധ്യസ്ഥ സംഘത്തിന്റെ ലക്ഷ്യം. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ ബന്ദികളാക്കിയ 250-ലധികം പേരിൽ 98 പേർ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ്. 15 മാസത്തെ യുദ്ധത്തിനിടെ ഹ്രസ്വമായ വെടിനിർത്തൽ മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ 46,500 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,00,000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് 24. രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി ഫ്രാൻസിസ് മാർപ്പാപ്പ. പ്രായമായി എന്നേ ഉള്ളൂ എന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കി. ശസ്ത്രക്രിയ നടന്ന സമയത്ത് പോലും രാജിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. സഭാഭരണം ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടുമാണ് നടത്തേണ്ടത്, കാലുകൾ കൊണ്ടല്ല എന്നും മാർപ്പാപ്പ. ആത്മകഥയായ ഹോപ്പിന്റെ 2ാം ഭാഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. 80 രാജ്യങ്ങളിൽ ആത്മകഥ പുറത്തിറങ്ങി. ജലദോഷത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഒരു പ്രസംഗം സഹായിയോട് വായിക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായത്. ഈ റിപ്പോർട്ടോടെ 24 റൗണ്ടപ്പിന്റെ സമയം പൂർത്തിയാവുകയാണ്.